മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി പതിറ്റാണ്ടുകൾ തൻ്റേതായ ശൈലിയിൽ പ്രേക്ഷകരെ പ്രത്യേക ലോകത്തേക്ക്, സാമൂഹിക വിഷയങ്ങളിലേക്കൊക്കെ പിടിച്ചു കയറ്റിയ നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാളിൽ പ്രദർശനത്തിന് വെച്ചപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നു. നിരവധി സിനിമകളിലൂടെ തൻ്റേതായ ശൈലിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംവേദനം നടത്തിക്കൊണ്ട് 200ഓളം സിനിമകളിൽ നായകനായും പ്രതിനായകനായും വില്ലനായും കൊമേഡിയനായുമൊക്കെ നിറഞ്ഞു നിന്ന് നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതി, സംവിധാനം ചെയ്ത്, ഡബ്ബ് ചെയ്ത്, അതുപോലെ സിനിമയുടെ സമസ്ത മേഖലകളിലും തൻ്റേതായിട്ടുള്ള മുദ്ര പതിപ്പിച്ച നമ്മുടെ സ്വന്തം ശ്രീനിവാസൻ്റെ അവസാനത്തെ നിമിഷങ്ങളാണ്. നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന സിനിമകൾ, സന്ദേശം പോലുള്ള സിനിമകൾ, നാടോടിക്കാറ്റ് പോലുള്ള സിനിമകൾ, തലയണ മന്ത്രവും വടക്കുനോക്കി യന്ത്രവും വരവേൽപ്പും തുടങ്ങിയിട്ടുള്ള നിരവധി ഹൃദയസ്പർശികളായിട്ടുള്ള സിനിമകൾ. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ലാലേട്ടൻ എത്തി. അതേപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മമ്മൂക്കയും എത്തി. സിനിമാ മേഖലയുടെ, മലയാള സിനിമാ മേഖല മുഴുവൻ കൊച്ചി ടൗൺ ഹാളിലേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള കോംബോ മലയാളി ആസ്വദിച്ച കോംബോയാണ്. സുഹൃത്തായിട്ടും പരസ്പരം പാരപണിയുന്നവരായിട്ടും സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങൾ എങ്ങനെയാണ് എന്ന് അവർ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു. ഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ തൂലികകളിൽ കൂടിയൊക്കെ നർമ്മത്തിൽ കടന്നിട്ടുള്ള തൻ്റേതായ ശൈലിയിലുള്ള നിരവധി സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളെ ആക്ഷേപഹാസ്യത്തിൽ കൂടി അവതരിപ്പിച്ചിട്ടും പ്രേക്ഷകർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ അതേപോലെ മറ്റേതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും ഒരെതിരും പറയാനുണ്ടായിരുന്നില്ല, ഒന്നും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും സന്ദേശം വന്ന ആ ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു രംഗമില്ലാതെ ഒരു ട്രോളും മലയാളത്തിൽ ഇറങ്ങാറില്ല. ശ്രീനിവാസന് പകരം വെക്കാൻ ശ്രീനിവാസൻ മാത്രമേ ഉള്ളൂ. അതൊരു പ്രതിഭാസമായിരുന്നു, അതൊരു അത്ഭുതമായിരുന്നു. എത്ര കണ്ടാലും മടുക്കാത്ത സിനിമകൾ, വീണ്ടും വീണ്ടും കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങൾ. അത് നാടോടിക്കാറ്റാണെങ്കിലും പട്ടണപ്രവേശം ആണെങ്കിലും അക്കരെയാണെങ്കിലും പ്രിയദർശൻ്റെ സിനിമകളാണെങ്കിലും ഒക്കെ നിരവധി മുഹൂർത്തങ്ങൾ, ഹൃദയസ്പർശികളായിട്ടുള്ള മുഹൂർത്തങ്ങൾ. ചിന്താവിഷ്ടയായ ശ്യാമള പോലുള്ള കഥകൾ എത്ര മനോഹരമായിട്ടാണ് സാമൂഹ്യ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം എഴുതി അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചത് ആ കഥാപാത്രമായിട്ട്. എന്തു തന്നെയായാലും ഒരു യാഥാർത്ഥ്യം നമ്മളെല്ലാവരും, മലയാള സിനിമാ ലോകവും മലയാളിയും ഒരുമിച്ച് മനസ്സിലാക്കാൻ, ഇനി ശ്രീനിവാസൻ എന്ന ബഹുമുഖ പ്രതിഭ നമ്മുടെ കൂടെയില്ല. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തും സംവിധായകനും ഒന്നും നമ്മുടെ കൂടെയില്ല. അവസാനമായി അദ്ദേഹത്തെ കാണാൻ മലയാളത്തിൻ്റെ നടന ഇതിഹാസം മോഹൻലാൽ, അതേപോലെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ശ്രീനിവാസൻ എന്ന മഹാനായ ബഹുമുഖ പ്രതിഭയ്ക്ക് ഹൃദയത്തിൽ നിറഞ്ഞ ആദരാഞ്ജലികൾ വീണ്ടും നേർന്നുകൊണ്ട് നിർത്തുന്നു.